കനത്ത മഴയിൽ പാലക്കാട്ട് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. ആളിയാർ ഡാം തുറന്നതോടെ വെള്ളത്തിലായി പാലക്കാട് പറളി ഓടന്നൂർ പാലം. സ്ഥലത്ത് നിന്ന് ഇക്ബാൽ അറക്കൽ നമുക്ക് പോകുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, ഡാം തുറക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പാലത്തിലും വെള്ളമായോ? സുജിയ, തീർച്ചയായും ആളിയാർ ഡാമിന്റെ 11 ഷട്ടറുകളാണ് 12 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ചിറ്റൂർ പുഴ ഒഴുകിയെത്തുന്ന ഒരു മേഖലയാണ് പറളിക്കടുത്തുള്ള ഓടന്നൂർ ഭാഗം. ഇവിടെ ഓടന്നൂർ പാലമാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനൂസ് ഈ ദൃശ്യങ്ങളിൽ കാണിച്ചു തരുന്നത്. ഈ പാലം പൂർണ്ണമായും ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ഇന്നലെ മുതൽ ആണ് ഇത്തരത്തിൽ വെള്ളം കയറിയത് എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിയന്ത്രണം മറികടന്നുകൊണ്ട് പല ആളുകളും വാഹനം ഈ പാലത്തിലൂടെ ഓടിക്കുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പാലത്തിൽ ഒരു ഭാഗത്തായി ചെറിയ രീതിയിലൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ അകപ്പെടും എന്ന രീതിയിലുള്ള ആശങ്കയാണ് ആളുകൾക്കുള്ളത്. ബൈക്ക് യാത്രികർ ഉൾപ്പെടെ വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടാവണം എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഇന്നലെ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും എല്ലാം മറികടന്നുകൊണ്ട് പല ആളുകളും ഇതിലൂടെ വാഹനം കടത്തി വിടുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഇന്നലെ മുതലാണ് ഈ വെള്ളം സാധാരണ ഈ ആളിയാർ തുറന്ന അങ്ങനെ സംഭവിക്കും. അവിടെ ഒരു കുഴി ഉണ്ടല്ലേ? കുഴി ആ കുഴിയിൽ ബൈക്ക് പെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. 2 വർഷം മുന്നേ ഒരാൾ ഇതുപോലെ പാലത്തിൽ നിന്ന് താഴേക്ക് വീണിരുന്നതാണ്. അത് ആൾക്കാരെ രക്ഷിക്കുക ചെയ്ത് ഇവിടെയുള്ള ആളുകൾ. ആ കുഴി അവിടെ പ്രശ്നം തന്നെയാണ് കൂടുതലും. എല്ലാ വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ചുറ്റി പോകേണ്ട അവസ്ഥ. ഞങ്ങൾക്കിപ്പോൾ ഒരു 5 കിലോമീറ്ററോളം കൂടുതൽ ചുറ്റിയിട്ട് വേണം പറളിക്കെത്താൻ. ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. സ്കൂൾ കുട്ടികൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഒരു പക്ഷേ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പാലത്തിലൂടെ വരുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും നേരത്തെ കടന്നു പോവുകയും ചെയ്താണ്. പല ആളുകളും പോലീസ് ഒരുക്കിയിട്ടുള്ള ഈ ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പല വാഹനങ്ങളും ഇവിടേക്ക് എത്തി ഈ അപകടം മനസ്സിലാക്കി മടങ്ങി പോകുന്നുണ്ട്. പക്ഷേ പല ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടും ഈ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. അത് അപകടങ്ങൾ ഉണ്ടാക്കും. നേരത്തെ അപകടങ്ങൾ ഉണ്ടായി പല ആളുകളും പുഴയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുഴ ഇപ്പോൾ പൂർണ്ണമായും കരകവിഞ്ഞ് വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. പറളി ഓടന്നൂർ പാലത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.